ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം. നമ്മൾ ശോഭ മാളിക്കാണ് പോണത്. അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്നും കറക്റ്റ് തന്നെയാണ് എന്ന് വിചാരിക്കും. നമ്മൾ കളിക്കാനാണ് പോയത് ശോഭ മാളിക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ട്വിസ്റ്റ്. നമ്മുടെ മാമ വന്നിട്ട് നമ്മുടെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ മാമ വന്നത്. മാമ ആരോടും പറഞ്ഞില്ല വരുന്ന്. പിന്നെ നമുക്ക് ഒട്ടും അറിയില്ലായിരുന്നു, കാരണം ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുകയല്ലേ. അതുകൊണ്ട് എന്താ ടിക്കറ്റൊക്കെ ക്യാൻസൽ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാമ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മുടെ ശോഭമാൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തായിരുന്നു എന്നറിയോ, ചന്ത പോലെയായിരുന്നു കേട്ടോ ഗൈസ്. ഒരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ പോയത്. സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതിൻ്റെ ഇഷ്ടം ബാക്കാണ്. ശോഭമാളുടെ ലേക്കിൻ്റെ അവിടെ ഒരു ഇതുണ്ട്, പൊള്ളിയാണ് കേട്ടോ. അവിടെ ഒന്ന് നിങ്ങൾ പോയി വെക്കണം. പിന്നെ മാമനും എൻ്റെ അച്ഛനും കൂടി ഈ മസാജറിൽ കയറിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു നല്ല സുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അച്ഛനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വന്നിട്ട്, അച്ഛൻ വല്ല ബലം പിടിച്ച പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നല്ല സുഖം ഉണ്ടാവും. എനിക്കും കാരണം കണ്ടപ്പോൾ തോന്നി. പക്ഷേ എന്താ കുട്ടികൾക്ക് കയറാനുള്ള ഇതില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ അപ്പുറത്ത് മാമൻ്റെ അപ്പുറത്ത് എടുക്കണ ചേട്ടല്ലേ, അത് ഉറങ്ങാണ് കേട്ടോ, നിങ്ങൾ നോക്കണ്ട. പിന്നെ നമ്മൾ കളിക്കാൻ പോയി. നമ്മൾ കളിക്കാൻ പോയത് ഇതാണ് നമ്മുടെ മെയിനായിട്ട്, കുട്ടികളുടെ മെയിൻ ഇതാണ്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഒക്കെ പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ ഒന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഗേൾസിന് പറ്റിയ ഒന്നുമില്ല. എനിക്ക് ഒരു ടീഷർട്ട് മാത്രമേ കിട്ടുള്ളൂ. ചേട്ടനും പിന്നെ കുറച്ച് കിട്ടി. പിന്നെ അമ്മായിക്കും തങ്കുനും കുറച്ച് കിട്ടി. അമ്മായിക്കൊന്നും കിട്ടിയില്ല, അമ്മയ്ക്കൊന്നും കിട്ടിയില്ല. അമ്മ വല്ല ഉടുപ്പൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. എന്ത് റേറ്റാണെന്നറിയോ, ഒന്നുമില്ല. ടിക്കറ്റിന് നല്ല റേറ്റ്. ഇത് നമുക്ക് ചെയ്യണതിന് 120, 90 അങ്ങനെയൊക്കെ ആയിരുന്നു. പണ്ടത്തെ ആയിരുന്നു കേട്ടോ രസം ശോഭാമാൾ. ഇപ്പോൾ ഒരു വകയ്ക്ക് കൊള്ളില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു കേട്ടോ. കളിക്കാനും കൊള്ളില്ല. പിന്നെ തങ്കു ഈ ബൈക്കിൽ കയറിയിട്ട തങ്കുന് പേടിയായിട്ട് അതിങ്ങനെ ചാടണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചേട്ടൻ പറഞ്ഞു ചാടണത് ഓഫാക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ സ്പ്രിങ് പൊട്ടറ്റോ കഴിച്ചു. പിന്നെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കോർട്ടിൽ കയറി. അവിടെ നമ്മൾ ചിക്കൻ പോപ്പും ചിക്കൻ നഗറ്റ്സും കഴിച്ചു. പിന്നെ മാമൻ്റെ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.